ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു പാസ്തയാണ്. ഞാൻ വീട്ടിലധികം ഉണ്ടാക്കുന്ന ഒരു മെത്തേഡാണിത്. വളരെ എളുപ്പമാണ്, എന്നാൽ വളരെയധികം ടേസ്റ്റിയുമാണ്. ഇതിൽ സോസൊന്നും ചേർക്കുന്നില്ല, പക്ഷേ ക്യാപ്സിക്കൊക്കെ ചേർക്കുന്നതുകൊണ്ട് നല്ല ജ്യൂസി ആയിട്ടാണ് ഈ പാസ്ത ഇരിക്കുന്നത്. കുട്ടികൾക്കൊക്കെ തീർച്ചയായും ഇഷ്ടമാവും. മാത്രമല്ല നമ്മൾക്ക് പാർട്ടികളിലൊക്കെ വെറൈറ്റി ആയിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു പാസ്തയാണ് ഇത്. ഞാനിന്ന് ഉണ്ടാക്കുന്നത് പെന്നെ പാസ്ത ഉപയോഗിച്ചിട്ടാണ്. മക്രോണി ഉപയോഗിച്ചിട്ടും ഉണ്ടാക്കാറുണ്ട്, അതും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, മിസ് ചെയ്യരുത്. അപ്പോൾ ഈ പാസ്ത എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാൻ ഇതിനു വേണ്ടി ഒരു 200 ഗ്രാമോളം ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ബോൺലെസ് ചിക്കൻ വളരെ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. ഇനി ചിക്കനിലേക്ക് നമുക്ക് ഒരു ചെറുനാരങ്ങയുടെ പകുതിയുടെ നീര് ചേർത്ത് കൊടുക്കാം. അല്പം ഉപ്പും കൂടി ഇതിലേക്ക് ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ ഉപ്പ് ചേർത്ത് അതും കൂടി നന്നായിട്ട് ഇതിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഉപ്പും ചെറുനാരങ്ങയും മിക്സ് ചെയ്ത ചിക്കൻ നമുക്കിവിടെ അടച്ചു വെക്കാം. ഒരു 10-15 മിനിറ്റ് ഇതുപോലെ വെച്ചിരിക്കുന്നത് നല്ലതാണ്. പാസ്ത വേവിക്കാൻ വേണ്ടി ഞാനൊരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ട് തിളക്കുന്നുണ്ട്. വലിയൊരു പാത്രത്തിൽ അതിൻ്റെ ഒരു 1/4 ഭാഗത്തോളം വെള്ളം വെച്ചിട്ടുണ്ട്. ഇനി വെള്ളത്തിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഒലീവ് ഓയിലായാലും കുഴപ്പമില്ല. വെളിച്ചെണ്ണ ഒഴിക്കേണ്ട, ഒരു വല്ലാത്ത ടേസ്റ്റ് ആയിരിക്കും. ഓയിൽ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ വെള്ളത്തിലേക്ക് നമുക്ക് പാസ്ത ചേർക്കാം. ഞാനിവിടെ പെന്നെ പാസ്ത 400 ഗ്രാമുള്ള ഒരു പാക്കറ്റാണിത്. ഇത് മുഴുവൻ ചേർക്കുന്നില്ല, ഇതിൻ്റെ ഒരു 1/4 ഭാഗത്തോളം, അതായത് 300 ഗ്രാമോളം പാസ്ത ഞാൻ ഈ വെള്ളത്തിലേക്ക് ചേർക്കുന്നുണ്ട്. 300 ഗ്രാം പാസ്ത ചേർത്തിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കാം. ഓയിൽ ചേർത്തുകൊണ്ട് പാസ്ത ഒട്ടിപ്പിടിക്കില്ല, പരസ്പരം ഒട്ടിപ്പിടിക്കാതെ നന്നായിട്ട് വെന്ത് കിട്ടിക്കോളും. നമുക്കിതിവിടെ വേവിക്കാൻ വെക്കാം. പാസ്ത ഇപ്പോൾ ഏകദേശം 1/4 ഭാഗത്തോളം വെന്തിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഉപ്പ് ചേർക്കാം. ആദ്യം തന്നെ ഉപ്പ് ചേർത്താൽ പാസ്ത കുറച്ചൊരു ഹാർഡായതുപോലെ ഉണ്ടാവും. അതുകൊണ്ടാണ് ഒരു 1/4 ഭാഗത്തോളം വെന്ത് കഴിയുമ്പോൾ ഉപ്പ് ചേർക്കുന്നത്. ഉപ്പ് ചേർത്തിട്ട് ഒന്നുകൂടി നന്നായിട്ട് തിളപ്പിച്ച് വേവിച്ചെടുക്കണം. ഉപ്പ് ഇതിൽ നന്നായിട്ട് പിടിക്കണം. പാസ്ത ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഉപ്പൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ട്. ഇത് നമുക്കിനി അടുപ്പത്തു നിന്ന് മാറ്റാം. എന്നിട്ട് ഇതുപോലെ ഒരു അരിപ്പയിൽ ഇട്ട് വെക്കുക, വെള്ളം വാർന്നു പോകാൻ വേണ്ടിയിട്ട്. ഈ സമയം കൊണ്ട് നമുക്കിതിൻ്റെ മസാല റെഡിയാക്കാം. അതിനുവേണ്ടി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് ചൂടാകുമ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വരെ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ വെജിറ്റബിൾ ഓയിലോ അങ്ങനെ എന്തെങ്കിലും ചേർക്കുക, വെളിച്ചെണ്ണ യൂസ് ചെയ്യണ്ട. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. നെയ്യ് നിർബന്ധമില്ല, പക്ഷെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടിയാണ് ചേർത്തത്. ഇനി ഇതിലേക്ക് 2 സവാള കട്ട് ചെയ്തത് ചേർക്കാം. 2 വലിയ സവാളയാണ്, ചെറുതാണെങ്കിൽ 3 എടുക്കുക, ഇത്രയും അളവ് പാസ്തയ്ക്ക്. ഈ സവാള നന്നായിട്ട് വഴറ്റി നല്ലൊരു ഗോൾഡൻ കളറാകുന്നത് വരെ നമുക്ക് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. സവാള നന്നായിട്ട് വഴറ്റി ഇതിൻ്റെ കളറൊക്കെ ചേഞ്ചായി നല്ലൊരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. 2 പച്ചമുളക് നെടുകെ കീറിയത് ചേർക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. 1-2 മിനിറ്റ് വരെ നന്നായിട്ട് വഴറ്റുക. നന്നായിട്ട് വഴറ്റി പച്ചമണം മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 2 തക്കാളി കട്ട് ചെയ്തത് ചേർക്കാം. തക്കാളിയും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ സമയത്ത് ഈ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ച് ചെറിയ തീയിൽ ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കാം. തക്കാളി നന്നായിട്ട് വെന്തുടഞ്ഞ് വരണം, അത്ര വരെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിതിൻ്റെ മൂടി തുറന്ന് നോക്കാം. തക്കാളി ഇവിടെ നന്നായി വെന്തിട്ടുണ്ട്, നന്നായി ഉടഞ്ഞു വന്നിട്ടുണ്ട്.
ഇനി ഇതിലേക്ക് 3/4 ടീസ്പൂൺ ഗരം മസാല പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 3/4 ടീസ്പൂൺ വരെ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇത്രയും പൊടികൾ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റുക. 1 മിനിറ്റ് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉപ്പും ചെറുനാരങ്ങ നീരും ചേർത്ത് പുരട്ടി വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. ചിക്കൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് 2 ക്യാരറ്റും 1 ക്യാപ്സിക്കം കട്ട് ചെയ്തതുമാണ്. ക്യാപ്സിക്കം ഒന്ന് മാത്രമേ എടുത്തിട്ടുള്ളൂ, 2 ക്യാരറ്റും എടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇത് രണ്ടും ഈ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കുക. അതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിത് വീണ്ടും അടച്ചു വെച്ച് 10 മുതൽ 15 മിനിറ്റ് വരെ ഇത് വേവിക്കണം. ചിക്കനും നമ്മൾ ചേർത്ത പച്ചക്കറികളൊക്കെ നന്നായിട്ട് വെന്ത് വരണം. ചിക്കൻ വേവുന്ന സമയം വരെ നമുക്ക് ഇതുപോലെ അടച്ചു വെച്ച് വേവിക്കാം. ഇതിപ്പോൾ ഏകദേശം 10-15 മിനിറ്റ് ആയിട്ടുണ്ട് അടച്ചു വെച്ചിട്ട്. ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മൾ സ്പൂൺ കൊണ്ട് തൊട്ട് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ടോയെന്ന്. ഇനി ഇതിലേക്ക് നമുക്ക് ചെറുനാരങ്ങയുടെ പകുതിയുടെ നീര് ചേർത്ത് കൊടുക്കാം. നേരത്തെ നമ്മളൊരു പകുതിയുടെ നീര് ചിക്കനിൽ ചേർത്താണ്, അതുകൊണ്ട് ഇപ്പോൾ ഒരു പകുതി മതിയാവും. മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. 3-4 ടേബിൾ സ്പൂൺ വരെ മല്ലിയില ചേർക്കുക. എന്നിട്ട് ഇത് രണ്ടും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച പാസ്ത ചേർക്കാം. പാസ്തയുടെ വെള്ളമൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട്. നമ്മൾ വേവിക്കുമ്പോൾ ഓയിൽ ചേർത്തുകൊണ്ടാണ് പാസ്ത ഇതുപോലെ നമുക്ക് ഒട്ടിപ്പിടിക്കാതെ വേറെ വേറെ കിട്ടുന്നത്. പാസ്ത ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും നമുക്കിത് അടച്ചു വെച്ച് ചെറിയ തീയിൽ ഒരു 5 മിനിറ്റ് വേവിക്കാം. പാസ്തയും മസാലയും കൂടി നന്നായിട്ടൊന്ന് യോജിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു 5 മിനിറ്റ് വേവിച്ചാൽ മതി. 5 മിനിറ്റിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം. പാസ്തയും മസാലയൊക്കെ നന്നായിട്ട് യോജിച്ചിട്ടുണ്ട്. പാസ്ത നല്ല സോഫ്റ്റായി മാറിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അടുപ്പത്തുനിന്ന് മാറ്റാം. ഇത് ഇവിടെ റെഡിയായി കഴിഞ്ഞു. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പാസ്ത വളരെ എളുപ്പത്തിൽ റെഡിയായി കഴിഞ്ഞു. ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. നമുക്ക് സോസൊന്നും ഉണ്ടാക്കേണ്ട പണിയില്ല. എന്നാൽ ക്യാരറ്റും ക്യാപ്സിക്കം ഒക്കെ ചേർക്കുന്നുണ്ട്. നല്ല സോസി ആയിട്ടുള്ള പാസ്തയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അത്രയും ടേസ്റ്റിയാണ്. നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടമാവും. മക്രോണി വെച്ചിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ഒന്നുകൂടി സോഫ്റ്റ് ആയിരിക്കും. പെന്നെ പാസ്തയേക്കാൾ അല്പം കൂടി സോഫ്റ്റ് ആയിട്ടുള്ള പാസ്തയാണ് മക്രോണി. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാസ്ത ഉപയോഗിച്ചിട്ട് ഇത് ഉണ്ടാക്കാം. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ആയിട്ട് ഇത് ഷെയർ ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.